ഗുഡ് മോർണിംഗ്. ഷാജി മാരൂർ. രോഗബാധിതനായ ബിസിനസ്സുകാരൻ ഡോക്ടറുടെ അടുത്തെത്തി പറഞ്ഞു, എൻ്റെ ആരോഗ്യം നശിച്ചു. അയാളെ പരിശോധിച്ച ശേഷം ബിസിനസ് കാര്യങ്ങളും ഡോക്ടർ സംസാരിച്ചു. എന്തൊക്കെ ശാരീരിക പ്രശ്നങ്ങളാണ് ഉള്ളതെന്ന് ഡോക്ടർ വീണ്ടും ചോദിച്ചു. ഓരോ പ്രശ്നവും വിശദീകരിച്ച ശേഷം ഡോക്ടർ അയാൾക്ക് മരുന്ന് കുറിച്ചിട്ട് പറഞ്ഞു, ഇത് കഴിച്ച ശേഷം വരിക. അയാൾ കുറിപ്പടിയുമായി മരുന്നുകടയിലെത്തി. കടക്കാരൻ കുറിപ്പ് വായിച്ചിട്ട് പറഞ്ഞു, ഇത് കടകളിൽ ലഭിക്കില്ല, താങ്കൾക്ക് സ്വയം ഉണ്ടാക്കാവുന്നതേയുള്ളൂ. അപ്പോഴാണ് അയാൾ കുറിപ്പ് വായിച്ചത്. മനസ്സ് നന്നാക്കണം, ഒരാഴ്ച കൊണ്ട് മരുന്ന് ഫലിക്കാൻ തുടങ്ങി. മനസ്സിൽ സന്തോഷമുണ്ടെങ്കിൽ ശരീരത്തിൽ സൗഖ്യമുണ്ട്, മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട്. മനോഗതി മാറിയാൽ പ്രതികരണ ശൈലികൾ മാറും. മനസ്സ് കീഴടക്കുക എന്നതാണ് മറ്റൊരാളെ സ്വാധീനിക്കാനുള്ള എളുപ്പവഴി. മനസ്സില്ലെങ്കിൽ മറ്റൊരു പരിഹാരവുമില്ല. മനസ്സാണ് മാർഗം. എല്ലാ പ്രശ്നങ്ങളും സന്തോഷങ്ങളും ഉടലെടുക്കുന്നത് മനസ്സിൽ നിന്നാണ്. ഒരേ സ്ഥലത്തും സാഹചര്യത്തിലും ജീവിക്കുന്ന ചിലർ ആഹ്ലാദഭരിതരും ചിലർ നിരാശരുമാകുന്നതിൻ്റെ കാരണം തികച്ചും മാനസികമാണ്. കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. മഴയും മഞ്ഞും വെയിലും കാറ്റും ആർക്കുവേണ്ടിയും ഉടലെടുക്കുന്നതല്ല. ചിലർ അവയെ സ്വീകരിക്കും, ചിലർ നിരാകരിക്കും. അസൂയയും പരദൂഷണവും പകയും പ്രതികാരവും എല്ലായിടത്തുമുള്ളതാണ്. ചിലർ ഭയന്നു നിൽക്കും, ചിലർ അവയ്ക്കിടയിലൂടെ സഞ്ചരിക്കും. സ്വന്തം മനോവ്യാപാരങ്ങൾക്കനുസരിച്ച് മാത്രമേ ആരും മുന്നോട്ടു നീങ്ങൂ. എന്തിനേയും വെല്ലുവിളിയായി ഏറ്റെടുക്കുന്നവർ ഒരിടത്തും പകച്ചു നിൽക്കില്ല, അല്ലാത്തവർ തിരിഞ്ഞു നടക്കും. അപരിചിതാനുഭവങ്ങളെ ക്രിയാത്മകമായി നേരിടുന്നവർക്ക് എന്നും പുതുമയുടെ ആനന്ദമുണ്ടാകും, അല്ലാത്തവർ പാരമ്പര്യ രീതികളെ മാത്രം പിന്തുടരും. വരുന്നതിൻ്റെ ബാക്കി എന്ന് ചിന്തിക്കുന്നവർക്ക് എല്ലാം സാഹസികം. വരാനിരിക്കുന്നവയെക്കുറിച്ച് ആശങ്കപ്പെടുന്നവർക്ക് എല്ലാം പേടിസ്വപ്നം. നേരിടുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ലാത്ത സാഹചര്യങ്ങളുണ്ട്. അത്തരം പ്രതിസന്ധികളിൽ മനോനില നഷ്ടപ്പെടുന്നതാണ് പലരുടെയും അവസാനത്തിനു കാരണം. ആ സന്ദർഭങ്ങൾ ഇല്ലാതാക്കാനോ ആളുകളെ ഒഴിവാക്കാനോ കഴിഞ്ഞെന്നു വരില്ല. അവയോടുള്ള മനോഭാവം മാറ്റാൻ മാത്രമേ കഴിയൂ. താങ്ക് യു.